ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഓഗസ്റ്റ് 30 ആണ്ടുവട്ടത്തിലെ 21-ാം വാരം ശനി. യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. താലന്തുകളുടെ ഉപമയാണ് ഈ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുക. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് ഭൃത്യന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഭരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം. ഈ വചനഭാഗം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ച് ഒരു സുപ്രധാന സത്യം വെളിപ്പെടുത്തുന്ന ഒന്നാണ്. ദൈവരാജ്യം എന്നത് ഒരു വിദൂര സങ്കല്പമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും പ്രതിഫലിക്കപ്പെടേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഉപമയിലെ യജമാനൻ ദൈവത്തെയും ദാസന്മാർ നമ്മെ ഓരോരുത്തരെയും താലന്തുകൾ ദൈവം നമുക്ക് നൽകിയ കഴിവുകളെയും അവസരങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നു. വചനം പറയുക, യജമാനൻ ഓരോരുത്തർക്കും തങ്ങളുടെ കഴിവനുസരിച്ച് താലന്തുകൾ നൽകി. നമുക്കെല്ലാവർക്കും വ്യത്യസ്തങ്ങളായ കഴിവുകളുണ്ട്, വ്യക്തിത്വങ്ങളുണ്ട്, ഉത്തരവാദിത്വങ്ങളുണ്ട്. താലന്തുകൾ എന്ന് പറയുന്നത് പണം മാത്രമല്ല, മറിച്ച് നമ്മുടെ സമയവും ആരോഗ്യവും കുടുംബവും ബന്ധങ്ങളും ആത്മീയ വരങ്ങളും എല്ലാം അതിലുൾപ്പെടുന്നു. 5 താലന്ത് ലഭിച്ചവനും 2 താലന്ത് ലഭിച്ചവനും ധൈര്യശാലികളായിരുന്നു. അവർക്ക് ലഭിച്ചത് എത്ര കുറവായിരുന്നാലും അവർ അതിനെ ഉപയോഗിക്കാൻ മടിച്ചില്ല. യജമാനൻ അവരോട് പറഞ്ഞു, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേകം കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. ഈ വാക്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം നമ്മളിൽ നിന്ന് വലിയ കാര്യങ്ങളല്ല, മറിച്ച് വിശ്വസ്തതയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ താലന്തുകൾ എത്ര വലുതാണോ ചെറുതാണോ എന്നതിലല്ല, മറിച്ച് അവ എങ്ങനെ നാം ഉപയോഗിക്കുന്നു എന്നതിലാണ് പ്രധാനം. നമുക്ക് ലഭിച്ച ചെറു താലന്തുകൾ പോലും വിശ്വസ്തയോടെ ഉപയോഗിച്ചാൽ ദൈവം നമ്മെ കൂടുതൽ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. ദൈവരാജ്യത്തിലെ സന്തോഷം പൂർണ്ണമാകുന്നത് നാം നമ്മുടെ കഴിവുകൾ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ്. 1 താലന്ത് ലഭിച്ചവൻ ഭയം മൂലം അത് മണ്ണിൽ കുഴിച്ചിട്ടു. അവൻ്റെ ഭയം അവനെ പ്രവൃത്തിയിൽ നിന്ന് തടഞ്ഞു. പലപ്പോഴും നമ്മുടെ കഴിവുകൾ നാം ഉപയോഗിക്കാൻ മടിക്കുന്നത് ഭയം കൊണ്ടാ. മറ്റുള്ളവർ നമ്മളെ എങ്ങനെ കാണും, ഞാൻ പരാജയപ്പെടുമോ, എനിക്കിതിന് കഴിവുണ്ടോ തുടങ്ങിയ ചിന്തകൾ നമ്മളെ തളർത്തുന്നു. എന്നാൽ ദൈവം സ്നേഹമാണ്. അവൻ നമ്മെ വിശ്വസിക്കുന്നു. നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മെ ക്ഷണിക്കുന്നു. ആ ക്ഷണം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തി ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാനുള്ളതായിരിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.